ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു. മംഗളൂരുവിലും ബെൽത്തങ്ങാടിയിലും ക്യാമ്പ് ഹൌസ് തുറന്നു. ഡിജിപിയുടെ മേൽനോട്ടത്തിൽ 20 അംഗ സംഘം കേസ് അന്വേഷിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കണ്ണൂർ പെരുവയിൽ വീടിനു മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടന്ന 78-കാരന് ദാരുണാന്ത്യം. കണ്ണൂർ പാലക്കോട് അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. പാലക്കാട് തമ്പാറയിൽ വീടിനു മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്ക്. കോഴിക്കോട് കട്ടിപ്പാറ മണ്ണാത്തിയേറ്റുമലയിൽ മണ്ണിടിച്ചിൽ 17 കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ. കോഴിക്കോട് കല്ലാച്ചിയിലും വിലങ്ങാടും മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. കോൺഗ്രസിനെതിരെ വിവാദ പരാമർശവുമായി തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3-ാമതാകും. കോൺഗ്രസ് കേരളത്തിൽ എടുക്കാച്ചരക്കാകും. കേരളത്തിൽ LDF ഭരണം തുടരുമെന്നും കോൺഗ്രസ് നേതാവ് പാലോട് രവി. പ്രാദേശിക നേതാവുമായി പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണം പുറത്ത്. ഭിന്നത ഒഴിവാക്കി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞതെന്ന വിശദീകരണവുമായി പാലോട് രവി. വിഷയം ഗൗരവതരമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. AICCയുമായി ചർച്ച നടത്തുമെന്നും സണ്ണി ജോസഫ്. ഇങ്ങനെ കേരളം കടലിൽ വെച്ചിട്ട് ഒരു പരമപന്നനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാൾക്ക് എന്നാണ് പറയാം, ഇയാൾക്ക് ഒരു ചുക്കും ചുണ്ടാൻ പറയാൻ പറ്റില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനെ അധിക്ഷേപിച്ച് വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ ഈഴവ വിരോധി. മലപ്പുറത്തിനെതിരായ വർഗീയ പരാമർശം വീണ്ടും ആവർത്തിച്ച് വെള്ളാപ്പള്ളി. ആര് വർഗീയത പറഞ്ഞാലും എതിർക്കുമെന്ന് VD സതീശൻ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണം. അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, ജേക്കബ് പുന്നൂസ് എന്നിവർ സമിതിയിൽ. തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ. സംഭവം ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി.